സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ഭാഗത്തിങ്ങനെ കുറേ സ്വഹാബികൾ ഒരു സ്ഥലത്തിങ്ങനെ കൂടി നിൽക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെ വന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, എന്താണ് അവിടെ കുറെ ആളുകൾ, കുറെ സ്വഹാബികൾ ഇങ്ങനെ കൂടി നിൽക്കുന്നല്ലോ, എന്താണ് സംഭവമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെ വന്ന സ്വഹാബത്തിനോട് അവിടെ നിന്ന് തിരക്കുകയാ. എന്താണ് അവിടെ ഇങ്ങനെ ആള് കൂടി നിൽക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ പറഞ്ഞു കൊടുത്തു, നബിയെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, ആ മനുഷ്യനെ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാള് മരണപ്പെട്ടു, ആ മനുഷ്യനെ കബറടക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയുള്ള കബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ കൂടെ വന്ന സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുന്ന് കബറ് കുഴിക്കുകയാണ് എന്ന് പ്രവാചകനോട് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വളരെ ധൃതിയിൽ വളരെ പെട്ടെന്ന് പ്രവാചകൻ അവിടുന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടപ്പോ ആ ഖബറ് കുഴിച്ചുകൊണ്ടിരുന്ന സ്വഹാബികൾ മുഴുവനും അവിടെ നിന്ന് മാറി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഴിച്ചുകൊണ്ടിരുന്ന ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ സ്വഹാബികൾ മുഴുവനും ആ ഖബറിന്റെ ചാരത്ത് നിന്ന് മാറുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് മിണ്ടാതെ എങ്ങിരിക്കാൻ തുടങ്ങി. ആ ഖബറിന്റെ ചാരത്ത് പ്രവാചകൻ അവിടെ നിന്ന് മുട്ടുകുത്തി മിണ്ടാതെ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടുന്നില്ല. ആ ഖബറിന്റെ ചാരത്തിരുന്ന് വല്ലാതെ കരയുകയാ. സഹാബികൾ മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കുറെ സമയം ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അവസാനം അവിടെ നിന്ന് കുറെ സമയം കഴിഞ്ഞപ്പോ തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന വളഞ്ഞു നിൽക്കുന്ന സ്വഹാബത്തിന്റെ എതിരെ പ്രവാചകൻ അവിടെ നിന്ന് തിരിയുകയാണ്. യാ ഇഖ്വാനീ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബർ കാണിച്ചു കൊടുത്തിട്ട് തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകന് നിറകണ്ണുകളോട് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെന്ന ചരിത്രം പറയുമ്പോ ഈ മജ്‌ലിസിൽ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ പലരും ഖബർ കുഴിച്ചവരാ. നമ്മളിൽ പലരും ഖബർ കുഴിക്കുന്നവരാണ്. ഒരുപാട് പേരെ കൊണ്ടുപോയി ജനാസ ആറടി മണ്ണിനകത്ത് ഇറക്കി വെച്ചവരാണ്. അതാ പലകയെടുത്ത് നിരത്തിയവരുണ്ട്. ആ ഖബറിന്റെ മുകളിലേക്ക് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയെറിഞ്ഞ് പള്ളിപ്പറമ്പിൽ നിന്ന് യാത്രയാകുന്നവരാ. എല്ലാവരും ഖബർ കണ്ടവരായെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി ഖബർ കുഴിക്കുന്നവനും ഖബറടക്കുന്നവനും ഖബറിൽ മണ്ണ് പെട്ടിക്കിടുന്നവനും ഖബർ സിയാറത്ത് ചെയ്യുന്നവനും അവിടെ നിന്ന് ചിന്തിക്കാറില്ല, അല്ലാ, എനിക്കും ഇതുപോലെ ഒരു ദിവസം വരുമല്ലോ, എന്നെയും ഇതുപോലെ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് കൊണ്ടുപോയി ഖബറടക്കുമല്ലോ. ഒരു മനുഷ്യനും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല.
ഒരു മനുഷ്യനും ആ ഖബറിനെ കുറിച്ച് ഓർക്കാറില്ല. പലരും തമാശ പറയുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് നിന്നാ, ഫോൺ വിളിക്കുന്നത് പള്ളിപ്പറമ്പിലാ, രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിലാ. നിന്നെ പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ച ഒരു പച്ചയായ മനുഷ്യനെ കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കുടിച്ചിട്ടിട്ട് അവന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ചിരിക്കുന്നവര്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിരിക്കാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമുക്ക് ഖബറിനെ കുറിച്ച് ഓർമ്മ വരാത്തത്? നമുക്ക് ഖബറിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. ഖബറിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ചെറുപ്പക്കാരാ നീ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് കരയുന്നത്. അതാ പള്ളിപ്പറമ്പിൽ അതാ ജനങ്ങളെ കൊണ്ട് ഖബറടക്കുന്ന ഖബർസാനില്, ആ പള്ളിയുടെ ഖബർസാനിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ തലമറയ്ക്കാത്ത പെങ്ങള്, ഫോൺ താഴെ വെക്കാത്ത പെങ്ങള്, നിനക്ക് ഖബറിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന്റെ സ്വഭാവം അറിയുമോ? ഖബറിനെ കുറിച്ച് നിനക്കറിയണോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖി വയദ്രിബു അലാ സദിരി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാണ്, അതാ ഖബറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മാ അകില വലാ ശരിബ സുർബാ. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം നിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവച്ചു, കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചു, കഴിക്കില്ലടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാര്, നിങ്ങൾക്ക് എങ്ങാനും ഖബറിനെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവാതെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖബറിനെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം അവന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചാൽ, കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചാൽ, അത് കഴിക്കുന്നതിന് മുമ്പ് അവൻ നെഞ്ചത്തടിച്ച് വിളിച്ചുകൂവും. അവൻ നെഞ്ചത്തടിച്ചു വിളിച്ചുകൂവാതെ അത് കഴിക്കാൻ അവന് കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറെന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് കരഞ്ഞുകൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ, ഇതുപോലെ ഒരു ദിനം നിങ്ങൾക്ക് വരും സ്വഹാബാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഖബർ കളിക്കേണ്ട സ്ഥലമല്ല. ആ ഖബറിന്റെ ചാരത്ത് പോയി നിങ്ങൾ ആവശ്യമില്ലാത്തത് പറയല്ലേ, അവിടെ പോയി നമ്മ ദുനിയാവിന്റെ കാര്യം ചർച്ച ചെയ്യല്ലേ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങ് മദീനയിൽ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസാലിന്റെ മധ്യഭാഗത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉണ്ടല്ലോ പടച്ചവനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ഖബർ കണ്ടാ കരയുകയാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ കരയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. പടച്ചവനെ, സ്വഹാബത്ത് ചോദിക്കുന്ന, ഉസ്മാൻ തങ്ങളെ, എന്തിനാ നിങ്ങൾ വല്ലാതെ കരയുന്നത്? മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. മീസാനിനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും നരകത്തെ കുറിച്ചും നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. എന്തിനാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ, ഖബർ കാണുന്ന സമയത്ത് നിങ്ങൾ വല്ലാതെ കരയുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ പേടിക്കണം ചെറുപ്പക്കാരാ. ഉപ്പമാരെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ നീ പേടിക്കണേ. ഖബർ കണ്ടാ നീ കരയ
കരയണേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നിന്റെ ഹൃദയം വിറയ്ക്കണം, നിന്റെ കൈകാലുകൾ വിറയ്ക്കണം. ഖബർ കണ്ടാ നീ കരയണേ, ഖബർ കണ്ടാ കരയണേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ ഞാൻ കരയുന്നതെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഏതെങ്കിലും ഒരു മനുഷ്യന് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ രക്ഷപ്പെടുമല്ലോ. അവിടെ ആരെങ്കിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. എന്തിനാണ് ഉസ്മാൻ തങ്ങൾ കരഞ്ഞതെന്നറിയണമെങ്കിൽ, ഇന്ന് വാഴ്ന്നു കഴിഞ്ഞ് അവസാനം ഇവിടുന്ന് ദുആ ചെയ്ത് എല്ലാവരും ഭക്ഷണവും വാങ്ങിച്ച് വീട്ടിലേക്ക് കടന്നു പോകുമല്ലോ. വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു, എല്ലാ ജോലികളും കഴിഞ്ഞു, അവസാനം എല്ലാവരും കിടന്നുറങ്ങാ തയ്യാറാകുമ്പോ നീ നിന്റെ വീടിന്റെ അകത്ത്, നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഒറ്റയ്ക്കൊന്ന് കയറിയിട്ട് വീടിന്റെ വാതിലങ്ങ് കുറ്റിയിട്ടിട്ട് വീടിനകത്ത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വീടിന്റെ അകത്ത് ഫാൻ ഓഫ് ആക്കിയിട്ട് പടച്ചവനെ നിന്റെ സ്വന്തം വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഒറ്റയ്ക്ക് നിനക്കൊരു 10 മിനിറ്റ് ഇരിക്കാൻ, ഒരു 10 മിനിറ്റ് നിനക്ക് നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഒറ്റയ്ക്ക് ലൈറ്റ് അണച്ച് ഫാൻ അണച്ചിട്ട് അല്ലാ ഇരിക്കാൻ കഴിയുമോ ഉപ്പാ? കഴിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അടുത്ത റൂമിൽ നിന്റെ ബന്ധുക്കളുണ്ട്, നിന്റെ മാതാപിതാക്കളുണ്ട്, നിന്റെ ഭർത്താവുണ്ട്, സ്വന്തം മക്കളുണ്ട്. എന്നിട്ട് പോലും നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കാൻ നിനക്ക് പേടിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാവല്ല പള്ളിയുടെ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിനകത്ത് 6 അടി മണ്ണിനകത്ത് പോയി കിടക്കുന്ന രംഗമൊന്ന് ചിന്തിക്കാത്തതെന്താ? പടച്ചവനെ, ഖബറിനെ കുറിച്ച് ചിന്തിക്കണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഖബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെല്ലാം പള്ളിപ്പറമ്പിൽ കടന്നു പോകുന്നുണ്ടോ അവരോട് മുഴുവനും ഖബർ സംസാരിക്കുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പലരും ചോദിക്കും, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ മോശമായ സ്വഭാവങ്ങളും മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല ഉസ്താദേ. പലരും പറയുന്ന ഒരു കാര്യമാണ്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. കള്ളുകുടി നിർത്തണമെന്നുണ്ട്, 5 നേരം നിസ്കരിക്കണമെന്നുണ്ട്, ഉസ്താദേ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതൊക്കെ നിർത്തണമെന്നുണ്ട്, പറ്റുന്നില്ല ഉസ്താദ്. എനിക്കെന്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, ഇതൊക്കെ മാറണമെങ്കിൽ ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. കള്ളുകുടി മാറണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിലും പോകണ്ട, ഒരു മരുന്നും കഴിക്കണ്ട, ഒരു വഅദും കേൾക്കണ്ട. പെങ്ങളെ, നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ? എന്റെ ചെറുപ്പക്കാരാ, നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ? മാറാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ചെറുപ്പക്കാരനായ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം നബിയേ, എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം നബിയേ, അതുകൊണ്ട് എനിക്കൊരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നിട്ട് ചോദിക്കുകയാ, ആരാ അബൂദർ എന്നറിയുവോ? കള്ളു കുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, സാധാരണ സ്വഹാബിയല്ല.
അബൂദർ റളിയല്ലാഹു തആല അൻഹു ആരെന്നറിയുമോ? അബൂദറിന്റെ മഹത്വം അറിയുമോ? അബൂദറിന്റെ മഹത്വം അറിയുമോ? സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ. അല്ലാഹുവേ, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശ്രേഷ്ഠത അറിയണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് അബൂദർ എന്നറിയണോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂദർ നടന്നു പോകുന്നത്. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതമായി. ആരാ ചോദിക്കുന്നത്? ജിബ്രീലാ. ആരാ ചോദിക്കുന്നത്? ജിബ്രീലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീൽ, എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെ അറിയാം? ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി അസ്അറു ഫിൽ അർദി. അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. ഈ അബൂദറിന് അറിയാത്ത മലക്കുകളില്ല, ഈ അബൂദറിന് അറിയാത്ത മലക്കുകളില്ല. ഈ സ്വഹാബിയാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ. പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? നിന്റെ എല്ലാ അഹങ്കാരവും മാറണോ? നിന്റെ ധിക്കാരം മാറണോ? കള്ളുകുടിയും വ്യഭിചാരവും മോശമായ പ്രവർത്തനങ്ങൾ മുഴുവനും മാറണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു രൂപ പോലും നീ ചെലവഴിക്കണ്ട, ഒരു കഷ്ടപ്പാടുമില്ല, ഉറക്കമൊഴിയണ്ട, ഒരു പ്രയാസവുമില്ല. നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ പാവല്ല പള്ളിയുടെ പള്ളിപ്പറമ്പുണ്ടല്ലോ, ജനങ്ങളെ കബറടക്കുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമോ? ആ പള്ളിപ്പറമ്പിലേക്ക് നിനക്കൊന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? പേടിയാടാ ചെറുപ്പക്കാരാ, മുടിയൊക്കെ നരച്ചുപോയ വാപ്പയ്ക്കും പേടിയാ. ആ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്കൊന്ന് പോകാൻ പേടിയാ. ആ പള്ളിപ്പറമ്പിൽ ഒരു 10 മിനിറ്റ് നിനക്ക് നാളെ 10 മണിക്ക്, രാത്രി 10 മണിക്ക് പോകണ്ട. നാളെ പകലൊരു 10 മണിക്ക് ഒറ്റയ്ക്ക് ഈ പാവല്ലയിലെ പള്ളിപ്പറമ്പില് നിനക്കൊന്ന് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമോ? ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹുവിനെ മറന്ന് ധിക്കാരികളെ പോലെ നടന്നിരുന്ന എത്രയോ പേരുടെ തലച്ചോറിലെ വളമെടുത്തിട്ട് മൈലാഞ്ചി ചെടികൾ അവിടെ കിളിച്ചു നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയുകയാ, പോകടാ, കഫാ ബിൽ മൗതി വഇദാ, മരണത്തിനെക്കാളും വലിയൊരു വഅദില്ലല്ലോ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെന്നാ നിന്റെ ഏത് ദുസ്വഭാവവും മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, നീ പള്ളിപ്പറമ്പിൽ പോകണ്ട. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ സ്ഥിരമായി കള്ളു കുടിക്കുന്നവന് കള്ളു കുടിക്കാതെ വരുമ്പോ കൈകാല് വിറയ്ക്കുമല്ലോ. ഇതുപോലെ 6 മണി കഴിഞ്ഞാൽ സീരിയലിന്റെ ബാക്കി കാണാതെ ഉറങ്ങാത്ത ഉമ്മ, നിർത്തണ്ടേ പെങ്ങള്, നിർത്തണ്ടേ പെങ്ങള്, നന്നാകണ്ടേ ഉമ്മ.